ഹായ് മക്കളെ, വെൽക്കം ടു ന്യൂ ഹോം ട്യൂഷൻസ്. എന്തൊക്കെയാണ് മക്കളെ? ആസ് യൂഷ്വൽ മിസ് ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിലെ CBSE-കാരുടേതാണ് അല്ലേ. അപ്പം 8ാം ക്ലാസ്സിലെ CBSE-കാർക്ക് ഇപ്പം നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നിലവിലുള്ള ചാപ്റ്റർ വെച്ച് നോക്കുമ്പം CBSE-കാരുടെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ, വെൻ ആൻഡ് വേർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നത്. അപ്പം ഹിസ്റ്ററിയിൽ എപ്പോഴും ഇത് ഹൗ, വെൻ ആൻഡ് വേർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഹിസ്റ്ററിയിൽ എന്തിനാ ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ എന്തിനാന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് ഹിസ്റ്ററിയിൽ എപ്പോഴും നമ്മൾ ഡേറ്റ്സുകളായിരിക്കും പറയുന്നത്. എക്സാമ്പിളായിട്ട് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത് ഏത് വർഷമാണ് എൻ്റെ മക്കളെ? യെസ്, 1947 ആണ്. അപ്പം അങ്ങനെ ഒരു വർഷമുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും എന്തിരിക്കും, റിമെമ്പർ ചെയ്ത് വരിക്കും അല്ലേ. ഓക്കെ, അതിരിക്കട്ടെ എക്സാമ്പിൾ. അപ്പോൾ എൻ്റെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് ഇപ്പോൾ എല്ലാ മക്കൾക്കും അറിയാലോ അല്ലേ. ഏത് വർഷമാണ് ജനിച്ചത്, വിത്ത് ഡേറ്റ്, വിത്ത് മന്ത് എല്ലാം അറിയാം. അതുപോലെ തന്നെയാണ് ഹിസ്റ്ററിയിൽ ചരിത്രകാരന്മാർക്ക് എപ്പോഴും ഡേറ്റ്സിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട്. ഡേറ്റ്സ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് കാര്യങ്ങൾ ഓർത്തിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിന് പ്രാധാന്യം നൽകുന്നത്, ഡേറ്റ്സിന് ഹിസ്റ്ററിക്ക് അകത്ത് പ്രാധാന്യം നൽകുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചു നിങ്ങളടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണെന്ന്. അപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സും നിങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് അറിയാനും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ജനിച്ചത് 2000-ലാണെന്ന് വിചാരിക്കൂ, നിങ്ങളുടെ സിബ്ലിങ്സ് ജനിച്ചത് 2020-ലാണെന്ന് വിചാരിക്കൂ. അപ്പം അവർ തമ്മിലുള്ള ഗ്യാപ്പുകൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും, ഡേറ്റ്സുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേറ്റ്സ്. ഹിസ്റ്ററിക്കകത്ത് എന്തോരം പ്രാധാന്യമുണ്ട് ഡേറ്റ്സിന് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചരിത്രകാരന്മാർ ഇപ്പം ഒരു കാര്യം ആവട്ടെ, ചരിത്രകാരന്മാർ ഒരു കാര്യം കാണുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് മൊബൈൽ ഫോണാണ് നമ്മുടെ മുന്നിലുണ്ടെന്ന് വിചാരിക്കൂ. ഒരു ഹിസ്റ്റോറിയൻസ് ആണ് ഈ മൊബൈൽ ഫോൺ കാണുന്നു എന്ന് വിചാരിക്കുവാണെങ്കിൽ ഇത് എന്നാണ് കൊണ്ടുവന്നത്, ഇതിന് പിന്നിൽ ആരാണുള്ളത്, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പം അതും എന്താണ് പ്രാധാന്യമുണ്ട് നമുക്ക് ഈ ചരിത്രത്തിൽ, അതിനെല്ലാം നമുക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജെയിംസ് മില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ജെയിംസ് മിൽ എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റ് ആണ്, ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ്, ഒരു ഫിലോസഫറാണ് ജെയിംസ് മിൽ. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകളൊക്കെ നമുക്ക് എന്താണ് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊട്ടുപ്രകാരം ഇന്ത്യയെ അദ്ദേഹം എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നത് 3 ഡിവൈഡ് ചെയ്തു എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ചരിത്രകാരന്മാർ എന്ത് ചെയ്തു, ഇന്ത്യയെ വീണ്ടും 3 ഡിവൈഡ് ചെയ്തു. ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ എന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടൻ എന്നുള്ള രീതിയിലേക്കാണ് ആര് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജെയിംസ് മിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കൊളോണിയൽ എന്താണ്, കൊളോണിയൽ പീരീഡ് എന്താണ്, കൊളോണിയലിസം എന്താണ്, അത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തുടരെ പോകുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുവരേക്കും ടാറ്റാ.